അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബഹുമാനമുള്ള സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, വളരെ കുറഞ്ഞ കാര്യങ്ങൾ മാത്രമാണ് ഇന്ന് പറയേണ്ടത്. നമ്മുടെ കുരുവട്ടൂരിയൻ വ്യാജന്മാർ അവർ ഇപ്പൊ ഉരുണ്ട് കളിക്കുകയാണ്. വളരെ വ്യക്തമായിട്ട് എല്ലാവർക്കും മനസ്സിലാകും. നേരത്തെ വായിച്ചിരുന്ന കിതാബുകൾ ഇപ്പൊ ഇല്ല. അതിൻ്റെയൊക്കെ അർത്ഥം നമ്മൾ വളരെ കൃത്യമായിട്ട് വിശദീകരിച്ചപ്പോ റമദാനിന് ശേഷം മൗലവിക്ക് കിതാബ് എടുക്കാൻ തയ്യിട്ടില്ല. പിന്നെ അദ്ദേഹം നമ്മുടെ മലയാള പുസ്തകം പോലും ദുർവ്യാഖ്യാനിച്ച്, അതിന്റെ പുറമെ മജീദ് സഖാഫിയുടെ ഒരു ഗ്രന്ഥം, അതിനെയും പച്ചയിൽ ദുർവ്യാഖ്യാനിച്ച് ഉരുണ്ട് കളിക്കാൻ ശ്രമിക്കുകയാണ് ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നത്. വാസ്തവത്തിൽ ഇദ്ദേഹത്തിന് ഇപ്പോഴും ഈ വിഷയം എന്താണ് എന്നത് മനസ്സിലായിട്ടില്ല. ഒന്നുകിൽ ഇത് ഇസ്ലാമിക അഖീദ പറയുന്ന കിതാബ് ശരിയായ രൂപത്തിൽ ഓതണം. അത് ഓതിയിട്ടില്ല എന്നത് വളരെ വ്യക്തമാണ്. മഹാന്മാരായ ഉസ്താദുമാരിൽ നിന്നും തെറിച്ചുപോയി. അവരുടെ കുരുത്തവും പൊരുത്തവും വാങ്ങാതെ ഇദ്ദേഹം തെറിച്ചുപോയതുകൊണ്ട് അദ്ദേഹത്തിന് അല്ലാഹു തആല ഇൽമു കൊടുത്തിട്ടില്ല. അഖീദ, ഇസ്ലാമിക വിശ്വാസ ശാസ്ത്രം മനസ്സിലായിട്ടില്ല എന്നത് വളരെ വ്യക്തമാണ്. അത് തദ്ബീറിലാണെങ്കിലും ഖുതുബുൽ ആലമിന്റെ വിഷയത്തിലാണെങ്കിലും ഒക്കെ ആ ഒരു അറിവില്ലായ്മ വളരെ വ്യക്തമായി പ്രകടമാകുന്നുണ്ട്. ഏതായാലും ഞാൻ വളരെ കുറഞ്ഞ കാര്യങ്ങൾ മാത്രമാണ് ഇന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കഴിഞ്ഞ എന്റെ സംസാരത്തിൽ ഞാൻ ഒരുപാട് വിഷയങ്ങൾ പറഞ്ഞു. അത് ഏറ്റവും ആദ്യം പറഞ്ഞത് എന്തായിരുന്നു? ആദ്യം പറഞ്ഞത് ഏറ്റവും മർമ്മപ്രധാനമായ ഒരു ചർച്ച എന്താണത്? ഈ മൗലവി 10-12 കൊല്ലമായി നമ്മുടെ ഉലമാഇനെ ആക്ഷേപിച്ചും ചീത്ത വിളിച്ചും തെരുവായ തെരുവീതികളിലൂടെയൊക്കെ നടന്ന് ഇദ്ദേഹം പറഞ്ഞ ഒരു വിഷയം എന്താണ്? അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്വപ്നം ദർശിക്കുന്നതുമായി ബന്ധപ്പെട്ടതാണ്. ഈ വിഷയത്തില് ഈ കുരുവട്ടൂരിയൻ വ്യാജന്മാർ അഹ്ലുസുന്ന വൽ ജമാഅത്തുമായി ഏറ്റുമുട്ടാൻ വരുന്നത് എവിടെയാണ്? വളരെ സിമ്പിളാണ് ഈ വിഷയം. വളരെ ഷോർട്ടാക്കിയിട്ട് അതിന്റെ കാമ്പ് മാത്രം ഞാൻ പറയാം. എവിടെയാണ് ഇവർ അഹ്ലുസുന്നയുമായിട്ട് കലഹിക്കാൻ വരുന്നത്? അത് ഒരു പോയിന്റിലാണ്. എന്താണത്? സുന്നത്തി ജമാഅത്തിന്റെ അഖീദ പഠിപ്പിക്കുന്നു, സുന്നത്തി ജമാഅത്തിന്റെ ഉലമാ പഠിപ്പിക്കുന്നു, ശൈത്വാൻ ഉറക്കിൽ വന്ന് അന റസൂലുള്ളാഹ് എന്ന് ചിലപ്പോൾ കളവ് പറയാം എന്ന് ഇമാമുകൾ പഠിപ്പിക്കുന്നു. അത് ആരാണ് പഠിപ്പിച്ചത്, എവിടെയാണ് പഠിപ്പിച്ചത് എന്നത് നമ്മൾ അതിന്റെ ഇബാറത്ത് ഓതിക്കൊടുത്തു. ഇമാം സുംഹൂദി തങ്ങളുടെ നസീഹത്തുൽ ലബീബിൽ അതിന്റെ ഉദ്ധരണി വളരെ വ്യക്തമായി നമ്മൾ ഓതിക്കൊടുത്തു. എന്നാൽ മൗലവി പറയുന്നതോ, ശൈത്വാൻ അങ്ങനെ കളവ് പറയില്ല, ഉറക്കിൽ വന്ന് അപ്രകാരം കളവ് പറയില്ല. ശൈത്വാനെ നന്നാക്കാൻ നോക്കണേ, കാരണം ഒരേ കമ്പനിയാണല്ലോ. ഇവിടെയാണ് ഈ വിഷയത്തിൽ സുന്നത്തി ജമാഅത്തും ഈ കുരുവട്ടൂരിയൻസും തമ്മിലുള്ള തർക്കമുള്ളത്. ഈ തർക്കം ജനങ്ങൾക്ക് മനസ്സിലാകാതെ ഇതിനെ അത് വിശദീകരിച്ച് അതിനെ ഏതെല്ലാം തലത്തിലേക്ക് കൊണ്ടുപോയി ആളുകളെ കൺഫ്യൂഷൻ ആക്കാനുള്ള ശ്രമമാണ് മൗലവി നടത്തുന്നത്. അപ്പൊ ഇവിടെ ചർച്ച ഇത്രയേ ഉള്ളൂ. അന റസൂലുള്ളാഹ് എന്ന സ്വപ്നത്തിൽ വന്ന് കളവ് പറയാൻ പിശാചിന് കഴിയും എന്ന് ഇമാമുകൾ പഠിപ്പിക്കുന്നു, സുന്നത്തി ജമാഅത്ത് പറയുന്നു. അതിന് നമ്മൾ വളരെ വ്യക്തമായി ഇബാറത്ത് വായിച്ച് കാണിച്ചു കൊടുത്തു. എന്നാൽ കുരുവട്ടൂരിയൻ വ്യാജന്മാര് പറയുന്നത് പിശാച് അങ്ങനെ വന്ന് കളവ് പറയില്ല. അതിന് ഇബാറത്ത് എവിടെയാണ്? നമ്മൾ ചോദിച്ചു, ഇന്ന് വരെ അതിന് ഇബാറത്ത് വായിച്ചില്ല. പിശാചിന് സ്വപ്നത്തിൽ വന്ന് അന റസൂലുള്ളാഹ് എന്ന് പറയാൻ കഴിയില്ല, അപ്രകാരം കളവ് പറയാൻ കഴിയില്ല എന്ന് ഏത് ഇമാമാണ് പറഞ്ഞത് എന്ന് നമ്മൾ ചോദിച്ചു. ഇന്ന് വരെ ഈ മൗലവി കിതാബ് വായിച്ചില്ല. അതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി മൗലവി പറഞ്ഞു,
നസീഹത്തുൽ ലബീബിൽ സുംഹൂദി ഇമാം റളിയല്ലാഹു അൻഹു പറഞ്ഞത് തിരുത്തിയിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടാണ് ഇന്തഹായുടെ ചർച്ച വന്നത്. അപ്പൊ അങ്ങനെ ഒരു ഇന്തഹ കിതാബിലില്ല, അത് മൗലവി അത് പ്രിന്റിംഗ് മിസ്റ്റേക്ക് ആണ്, അതിന്റെ കയ്യെഴുത്ത് പ്രതിയിൽ അങ്ങനെ ഇല്ല എന്ന് പറഞ്ഞു. അപ്പൊ മൗലവി വെല്ലുവിളിച്ചു. ആ വെല്ലുവിളി ഒന്നും കൂടി കേൾക്കണം. ഇന്തഹ ഇല്ലാത്ത കോപ്പി ഹാജരാക്ക്, അപ്പൊ അടുത്ത കോപ്പി ഞാനും ഹാജരാക്കും. അതെ, നമ്മൾ ഇന്തഹയുള്ള കോപ്പി കാണിച്ചു, വ്യക്തമായി കാണിച്ചു, പേജ് ചോദിച്ചു, പേജ് കാണിച്ചു, കൃത്യമായി കാണിച്ചു. പക്ഷേ മൗലവി അപ്പറഞ്ഞ ഇന്തഹയുള്ള കോപ്പി ഇന്ന് വരെ കൊണ്ടുവന്നിട്ടില്ല. ഇന്ന് വരെ കൊണ്ടുവന്നില്ല. കഴിഞ്ഞ സംസാരത്തിൽ എന്തേ മൗലവി അതിനെക്കുറിച്ച് മിണ്ടാതെ പോയത്? എന്തേ മിണ്ടാതെ പോയത്? ഈ വിഷയത്തിന്റെ ഏറ്റവും അടിത്തറ ഇവിടെയാണ് കിടക്കുന്നത്. നസീഹത്തുൽ ലബീബിന്റെ കയ്യെഴുത്ത് പ്രതി നിങ്ങൾ കൊണ്ടുവരുന്നു പറഞ്ഞില്ലേ, എന്തേ അത് കൊണ്ടുവരാത്തത്? അവിടെ ബുദ്ധിയുള്ള ഒരുത്തനെങ്കിലും ഉണ്ടെങ്കിൽ ചിന്തിക്കണ്ടേ? അവസാനം പറഞ്ഞു അത് അൾജീരിയയിൽ നിന്നാണ് വരാനുള്ളത്, ഉടനെ വരുമെന്ന് പറഞ്ഞു. റമദാൻ ഷരീഫ് പൂർണ്ണമായും കഴിഞ്ഞു, ഇപ്പോഴും അൾജീരിയയിൽ നിന്ന് അങ്ങനെ സാധനം എത്തിയിട്ടില്ല. അപ്പോ അത് മറച്ചു വെച്ച് മൗലവി വിഷയം മാറ്റി ഉരുണ്ട് മറിഞ്ഞ് കളിക്കുകയാണ്. അതുകൊണ്ട് മൗലവി അൾജീരിയയിൽ നിന്ന് താങ്കൾ പറഞ്ഞ നസീഹത്തുൽ ലബീബിന്റെ ആ കയ്യെഴുത്ത് പ്രതി എവിടെയാണ്? എന്തേ കൊണ്ടുവരാത്തത്? നാണവും മാനവും ഉണ്ടെങ്കിൽ കൊണ്ടുവരണ്ടേ? ആളുകളെ മുമ്പിൽ വെച്ച് അവരെ വിഡ്ഢികളാക്കുകയാണോ? എന്നിട്ട് മറുപടി എന്ന നിലയ്ക്ക് വരിക. ഈ വിഷയങ്ങളൊന്നും തൊടുന്നില്ല. താങ്കൾക്ക് താല്പര്യമുള്ള ചില ഉരുണ്ട് കളിക്കൽ മാത്രമായി കഴിഞ്ഞു പോവുകയോ? അത് സമ്മതിക്കൂല. അതുകൊണ്ട് നസീഹത്തുൽ ലബീബിന്റെ കയ്യെഴുത്ത് പ്രതി ഇമാം സുംഹൂദി തങ്ങളുടെ പേരിൽ താങ്കൾ കളവ് പറഞ്ഞു, ഇമാമുകളുടെ പേരിൽ പച്ച കളവ് പറഞ്ഞു, മഹാന്മാരുടെ പേരിൽ നിങ്ങൾ അപരാധം പറഞ്ഞു, സിഎം വലിയുല്ലാഹി തങ്ങളുടെ പേരിൽ നിങ്ങൾ പരിഹാസം പറഞ്ഞു. അവിടെ ഒരിക്കലും പൊരുത്തപ്പെടാത്ത ഒരുപാട് വിഷയങ്ങൾ മഹാനായ സിഎം വലിയുല്ലാഹി ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ് തങ്ങളവരുടെ പേരിൽ നിങ്ങൾ പറഞ്ഞു, ഔലിയാക്കളുടെ പേരിൽ പറഞ്ഞു. ഇങ്ങനെ കളവ് പറയുന്നത് നിങ്ങൾ അവസാനിപ്പിക്കണം. കളവ് മാത്രം പറയാ എന്നുള്ളത് നിങ്ങളുടെ അജണ്ടയാക്കി മാറ്റരുത്. അതുകൊണ്ട് ഒരല്പമെങ്കിലും സത്യമുണ്ടെങ്കിൽ നസീഹത്തുൽ ലബീബിന്റെ ആ കയ്യെഴുത്ത് പ്രതി കൊണ്ടുവരണം. അൾജീരിയയിൽ നിന്ന് കൊണ്ടുവരാൻ പറ്റൂലെങ്കിൽ പറ്റൂല എന്ന് പറഞ്ഞേക്ക്. ഞാനത് പറഞ്ഞു വിട്ടുപോയതാണ്. ഞങ്ങളെ കയ്യിൽ അങ്ങനെ ഇല്ല. നിങ്ങൾ ആ കാണിച്ച തന്നെ ഉള്ളൂ, ഞങ്ങളെ കയ്യിലും അങ്ങനെ വേറൊന്നും ഇല്ല, കൊണ്ടുവരാൻ കഴിയില്ല എന്ന് തുറന്നങ്ങ് പറഞ്ഞേക്ക്. അപ്പൊ അതുകൊണ്ട് കളവ് പറയാ, അത് ഞങ്ങൾ പിടികൂടുമ്പോ പിന്നെങ്ങനെ ഉരുണ്ട് പറയാം, അതിനെ മൗലവി സാധിക്കുകയില്ല എന്ന് ഞാൻ ആവർത്തിക്കുകയാണ്. ഇത് നമ്മൾ ആദ്യം പറഞ്ഞു, ഞാൻ എന്റെ പ്രസംഗത്തിൽ പറഞ്ഞിരുന്നു. ഇനി മൗലവി സംസാരിക്കാൻ വരികയാണെങ്കിൽ ആദ്യമായി പറയേണ്ടത് ഇതിനെക്കുറിച്ചാണ്. കാരണം റസൂലുള്ളാഹി തങ്ങളെ സ്വപ്നം കാണുന്നതുമായി ബന്ധപ്പെട്ട ചർച്ചയുടെ മർമ്മം കിടക്കുന്നത് എവിടെയാണ്? തർക്കമുള്ളത് എവിടെയാണ്? സുന്നത്തി ജമാഅത്തുമായിട്ട് താങ്കൾ കലഹിക്കാൻ വന്നത് അവിടെ മുതലാണ്. അതിനാണ് താങ്കൾ ഇബാറത്ത് കൊണ്ടുവരേണ്ടത്. അതിന് നമ്മൾ കാണിച്ച ഇബാറത്ത് നിങ്ങൾ അവിടെ കള്ളം പറഞ്ഞു. അതിനാണ് നമ്മൾ നസീഹത്തുൽ ലബീബിന്റെ കയ്യെഴുത്ത് കോപ്പി കൊണ്ടുവന്നത്. അതിൽ നിന്നും ഊരി മാറി അതിനെക്കുറിച്ച് മിണ്ടാതെ മറ്റു പല കാര്യങ്ങൾ പറഞ്ഞ് ഉരുണ്ടുമറിയാൻ വിടൂല എന്ന് മൗലവിയെ ഞാൻ ആവർത്തിച്ച് ഓർമ്മപ്പെടുത്തുകയാണ്. ഇനി എന്റെ പുസ്തകവുമായി ബന്ധപ്പെട്ട് ഞാൻ വിശദമായിട്ട് അത് പറഞ്ഞു. ഇമാമുകൾ എന്താണ് പറഞ്ഞത്? അതിലപ്പുറം ഒന്നും ഞങ്ങൾക്കാർക്കുമില്ല. അത് ഇമാമുകളുടെ കിതാബിനെ കുറിച്ചും ഇൽമിയായ ചർച്ചകളെ സംബന്ധിച്ചുമൊക്കെ ചെറിയ പരിചയമുണ്ടെങ്കിൽ അത് ആർക്കും ബോധ്യപ്പെടുന്നതാണ്. പക്ഷെ ഇതത് ആ ബന്ധമില്ലല്ലോ. അങ്ങനെ ഒരു ബന്ധമില്ലാതെ ഏതെങ്കിലും ജാഹിലീങ്ങളുടെ അടുക്കൽ പോകുമ്പോ ഇതിലപ്പുറം പറയും. ഇങ്ങനെ പറഞ്ഞില്ലെങ്കിലേ മൗലവി അങ്ങനെ പറഞ്ഞില്ലെങ്കിലേ അത്ഭുതം. മഹാന്മാരായ അയിമ്മത്തിന്റെ കിതാബ് കണ്ടു. ആ ഇബാറത്തുകൾ അത് വിവരിച്ചുകൊണ്ടാണ് നമ്മൾ പറയുന്നത്. അത് പറയുമ്പോ അതിനെ എണ്ണിക്കാൻ കഴിയാതെ വരുമ്പോ ഉരുണ്ട് മറിഞ്ഞിട്ട് കാര്യമുണ്ടോ മൗലവി? അപ്പൊ അതുകൊണ്ട് താങ്കൾ ഈ പറയുന്നത് മുഴുവനും കളവാണ് എന്നത് വളരെ വ്യക്തമായി ആർക്കും ബോധ്യപ്പെടും.
എന്റെ പുസ്തകത്തിൽ നിന്ന് ഒരു സംഭവം എടുത്തുദ്ധരിച്ചു, അതും നിങ്ങൾക്കെതിരാണ് എന്ന് പറഞ്ഞു. അതിനെക്കുറിച്ച് ഞാൻ വിശദീകരിച്ചു, മൗലവി അത് താങ്കൾക്ക് മനസ്സിലായില്ല, താങ്കൾക്കൊന്നും മനസ്സിലായില്ല. ദുർവ്യാഖ്യാനവും കളവുമല്ലാത്ത മറ്റൊന്നും താങ്കളുടെ കൈ മുതലായിട്ടില്ല എന്നത് വളരെ വ്യക്തമല്ലേ? ബഹുമാനപ്പെട്ട ഇമാം സുബ്കി റളിയല്ലാഹു അൻഹു പറഞ്ഞതുപോലെ മനസ്സിൽ ഇഅ്തിഖാദ് വരുന്ന അത്തരം ഘട്ടങ്ങളിലുള്ള സംഭവമാണത്. അത് സുന്നത്ത് ജമാഅത്ത് എന്നും പറയുന്നതാണ്. അതിനെതിരെ ഇവിടെ ഒരാളും പറഞ്ഞിട്ടില്ല. അപ്പൊ നമുക്ക് തർക്കമില്ലാത്ത കാര്യങ്ങൾ പോലും തർക്കമുണ്ട് എന്ന് നമ്മുടെ ഗ്രന്ഥങ്ങളൊക്കെ വെച്ചുകൊണ്ട് മൗലവി സംസാരിക്കാൻ ശ്രമിക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് എന്റെ പുസ്തകവുമായി ബന്ധപ്പെട്ട വിഷയം വളരെ വ്യക്തമായി ഞാൻ കഴിഞ്ഞ എന്റെ സംസാരത്തിൽ പറഞ്ഞിട്ടുണ്ട്. പിന്നെയും അതിങ്ങനെ ആവർത്തിച്ച്, കാരണം വേറൊന്നും പറയാനില്ലല്ലോ മൗലവിക്ക്. കാരണം മൗലവി അവസാനം കൊണ്ടുവന്നതാണ് എന്റെ പുസ്തകം, അത് വായിച്ചാൽ അതോടുകൂടി തകരും എന്ന മൗലവി അദ്ദേഹത്തിന് ഒരു മനക്കോട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ആ കുരുവട്ടൂരിയൻ പാളയത്തെ ഒന്നടങ്കം വിറപ്പിച്ച നമ്മുടെ 50 ഗണ്ണനങ്ങള്, അത് മൗലവിയെയും കുരുവട്ടൂരിയൻ വ്യാജന്മാരെയും ചെറിയ രൂപത്തിലൊന്നുമല്ല അത് വിഷമിപ്പിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നിരന്തരം എനിക്ക് കോള് വിളിച്ച് ശല്യപ്പെടുത്തി പിന്തിരിപ്പിക്കാനുള്ള ശ്രമവും നടക്കുന്നുണ്ട്. നടക്കൂല എന്ന് ഞാൻ പറയാം ഇൻഷാ അല്ലാഹ്. അപ്പൊ അതുകൊണ്ട് അത് വളരെ കൂടുതൽ നിങ്ങളെ അലോസരപ്പെടുത്തി, നിങ്ങൾക്ക് ഗണ്ണിക്കാൻ കഴിയാതെ പ്രാമാണികമായ നമ്മുടെ വിശദീകരണം വന്നപ്പോ നിങ്ങൾ കുടുങ്ങി. അപ്പൊ അതൊന്ന് അവസാനിപ്പിച്ച് കിട്ടാൻ വേണ്ടി നിങ്ങൾ വല്ലാതെ ആഗ്രഹിക്കുന്നു. അപ്പൊ അതിനു വേണ്ടിയാണ് നമ്മുടെ ആ ഗ്രന്ഥം പിടിച്ചു കൊണ്ടുവന്ന് അത് അവസാനിപ്പിക്കാം എന്നൊരു തോന്നൽ താങ്കൾക്കുണ്ടായി. പക്ഷേ അവിടെ എന്നല്ല ഒരു സ്ഥലത്തും അഹ്ലുസുന്ന വൽ ജമാഅത്തിന്റെ ആശയം പറയുന്ന ഞങ്ങൾക്ക് കുടുങ്ങേണ്ടി വരില്ല എന്ന് മൗലവിയെ ഓർമ്മപ്പെടുത്തുകയാണ്. പിന്നെ പറയാനുള്ളത് ഖുതുഫുൽ ആലം ഈ കിതാബാണ്. ഇത് പൂർണ്ണമായിട്ടും നമുക്കെതിരാണ് മൗലവി പറയുന്നത്. അത് അദ്ദേഹത്തിന്റെ ആഗ്രഹമാണ്. പക്ഷേ ഇത് ഈ മൗലവി അടക്കമുള്ള മുഴുവൻ കള്ളത്വരീഖത്തുകാരെയും കൃത്യമായിട്ട് കൈകാര്യം ചെയ്തിട്ടാണ് പോകുന്നത്. പക്ഷെ ഇത് അറബിയിലുള്ള കിതാബാണ്. അത് ഇസ്ലാമിക വിശ്വാസം പറയുന്ന, ഇൽമുൽ അഖീദ പറയുന്ന, ഇൽമു തസവുഫ് പറയുന്ന കിതാബാണ്. അത് മൗലവിക്ക് മനസ്സിലായിട്ടില്ല എന്നതാണ് ഏറ്റവും അടിസ്ഥാനപരമായ പ്രശ്നം. വേറെ മൗലവിന്റെ ഭാഗത്തുള്ള ദുർവ്യാഖ്യാനങ്ങളുണ്ട്. അതിന്റെ ഒക്കെ പുറമെ അടിസ്ഥാനപരമായി മൗലവിക്ക് ഈ കിതാബുമായി ബന്ധപ്പെട്ട് ഇതിലെന്താണ് പറയുന്നത് എന്നുള്ളത് മൗലവിക്ക് മനസ്സിലായിട്ടില്ല, അദ്ദേഹത്തിന് തിരിഞ്ഞിട്ടില്ല. അതുകൊണ്ടാണ് ഈ കിതാബ് ഒന്ന് എടുത്തു മറിച്ച് പരിശോധിച്ചാല് കൃത്യമായിട്ട് നമ്മുടെ പണ്ഡിതന്മാരെന്താണോ പറഞ്ഞത്, സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ ഉലമാക്കൾ എന്താണോ ഇക്കാലം എത്രയും പറഞ്ഞത്, അത് തന്നെയാണ് ഇതിൽ പറഞ്ഞിട്ടുള്ളത്. പിന്നെ അതിനെതിരാണ് എന്ന് മൗലവി പറഞ്ഞത് അയാൾക്ക് കിതാബ് തിരിയാത്തത് കൊണ്ടാണ്. അയാൾ ഒരു ജാഹിലാണ്. പക്ഷേ അറിയില്ല എന്നുള്ള അറിവെങ്കിലും ചുരുങ്ങിയത് വേണമായിരുന്നു. അതുപോലില്ലാതെയായി പോയി എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ വിഷയത്തിൽ ഏറ്റവും കൗതുകം. എന്താണെന്നറിയോ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, മനസ്സിലാക്കണം, ഇദ്ദേഹത്തെ പോലുള്ള മുഴുവൻ വ്യാജന്മാരെയും ശക്തമായി നേരിട്ടുകൊണ്ടാണ് ഈ കിതാബ് തുടങ്ങുന്നത് തന്നെ. 18ാമത്തെ പേജിൽ ഈ ചർച്ച ആരംഭിക്കുമ്പോൾ തന്നെ ബഹുമാനപ്പെട്ടവർ തുടങ്ങുന്നത് ഫഇന്ന അഅ്ളമ ഫിത്നത്തിൻ ഉബ്തലിയ ബിഹൽ മുസ്ലിമൂന ഖദീമൻ വഹദീസൻ മുതസവ്വിഫീന ഫിൽ ഉമ്മ. ഈ സമുദായത്തിന് നേരിടേണ്ടി വന്ന ഏറ്റവും വലിയ ഫിത്ന, ഫസാദ് എന്ന് പറയുന്നത് ഇതുപോലുള്ള വ്യാജന്മാരാണ്, വ്യാജ ത്വരീഖത്തിന്റെ കക്ഷികളാണ് എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം പറയാണ്, വിശദീകരിച്ച് പറയാണ്. പറഞ്ഞിട്ട് വഹറഫുൻ നാസ അലാ തഅലീമിഹാ ബികുല്ലി സബീലിൻ സാഇമീന താറതൻ അന്നൽ ഖുർആന വസുന്നത ഇൽമു ഔറാഖിൻ വളവാഹിരിൻ. ഖുർആനും ഹദീസൊക്കെ ളാഹിരിയായ ഇൽമുകളാണ്, അതൊക്കെ കേവലം ചില പദപ്രയോഗങ്ങൾ മാത്രമാണ്. ലാ ഫായിദത ഫീഹാ, അതിലൊന്നും ഒരു കാര്യമില്ല. വഅന്ന ഇൽമഹുൽ ബാത്തിനിയ, ആന്തരികമായ വേറൊരു ഇൽമുണ്ട്, അതാണ് ഇൽമു അർവാഹിൻ വഹഖായിഖിൻ വത്വലാഖു അലൽ ഇൽമിൽ ഗൈബി വമുശാഹദത്തിൻ. അതാണ് ഈ ബാത്തിനിയായ ഇൽമു എന്ന് പറയുന്ന വേറൊന്നുണ്ട്, അതാണ് യഥാർത്ഥത്തിൽ വലിയ ഇൽമു. വതാറത്തൻ ഉഖറ, മറ്റു ചിലപ്പോൾ അവർ പറയും സാഇമീൻ
അന്ന ഉറാദഹുമുൽ ബാത്തിലത വഅദ്കാറഹും തഫ്ദലു മാ ഫിൽ ഖുർആനി വസ്സുന്നതി ആലാഫ് ബൽ അശറാത്തി ആലാഫ് മിനൽ മറാത്ത്. അവർ ചൊല്ലുന്ന ദിക്റുകൾ അതാണ് ഖുർആനിനേക്കാളും മറ്റുമൊക്കെ ഏറ്റവും ശ്രേഷ്ഠമായത് എന്നവര് പറയും. യഖൂലൂന, പിന്നെ അവരുടെ ഒരു വാദം, കുല്ലു ഉലമാഇ ശരീഅത്തി ബിഅന്നഹും മഹ്ജൂബൂന അനിൽ ഹഖീഖത്തി വൽ കശ്ഫി ലാഹിറൂന ജാമിദൂന ലം യതദവ്വഖുൽ ഹഖായിഖ വലം യുശാഹിദുൽ ഗൈബ. പിന്നെ അവർ പറയുന്നത് പണ്ഡിതന്മാർക്കെതിരാണ്. പണ്ഡിതന്മാർക്ക് അവർ ശരീഅത്തിന്റെ പണ്ഡിതന്മാരാണ്, അവർക്കൊന്നും മനസ്സിലാവൂല, അവർക്ക് ഈ ഹഖായിഖിന്റെ ത്വരീഖത്തിന്റെ അന്തസത്ത അവര് രുചിച്ചിട്ടില്ല എന്നൊക്കെ പറഞ്ഞ് പണ്ഡിതന്മാർക്കെതിരെ തിരിയും. അങ്ങനെയുള്ള കുറെ കള്ളത്വരീഖത്തിന്റെ ആളുകളുണ്ട് എന്ന് പറഞ്ഞ് ഇതിങ്ങനെ വിശദീകരിച്ചു പോവാണ്. അപ്പൊ ഇവ തുടക്കം തന്നെ ഈ മൗലവി അടക്കമുള്ള സർവ്വവ്യാജന്മാരെയും കൈകാര്യം ചെയ്തിട്ടാണ് കിതാബ് പോകുന്നത്. അപ്പോ ഇതിലെന്താണ് ഇയാൾക്കുള്ളത്? അയാൾക്ക് മനസ്സിലായില്ല, പറഞ്ഞത് മനസ്സിലായില്ല. പണ്ട് ഒരാളോട് പറഞ്ഞു, എന്ത് നീ യാത്ര ഇറങ്ങുമ്പോ ആയത്തുൽ കുർസി ഓതിക്കോന്ന് പറഞ്ഞു. അപ്പൊ ഇയാൾ പറഞ്ഞു, എന്താണ് ആയത്തുൽ കുർസി എന്ന് കാണിച്ചു തരുമോ? അപ്പൊ ഉസ്താദ് ഓതിക്കൊടുത്തു, അല്ലാഹു ലാ ഇലാഹ ഇല്ലാഹു അൽ ഹയ്യുൽ ഖയ്യൂം. അത് ആയത്തുൽ കുർസി, അതെനിക്കറിയാം എന്നതുപോലെ ഈ മൗലവി ഇയാൾ പറയാണ് ഇത് മുഴുവനും മൂപ്പർക്ക് അനുകൂലാണ്, നമ്മൾ ഓരോന്നും ഇങ്ങനെ അർത്ഥം വെക്കുമ്പോ അതാ പതിൽ പറഞ്ഞത് എന്ന് പറഞ്ഞിട്ട് നമ്മൾ പറയുമ്പോഴാണ് ഇയാൾക്കത് തിരിയുന്നത്. വാസ്തവത്തിൽ അഖീദ ഇയാൾക്കൊന്നും മനസ്സിലായിട്ടേയില്ല, അയാളൊന്നും പഠിച്ചിട്ടുമില്ല. അതുകൊണ്ടാണ് ഇദ്ദേഹം ഒരു നാണവും ഇല്ലാതെ ഈ സഫാഹത്ത് ഇങ്ങനെ വിളിച്ചു പറയുന്നത്. ഇത് എഴുതിയ മജീദ് ഉസ്താദ് ഇയാളുടെ സഫാഹത്ത് കേട്ടിട്ട് സുബ്ഹാനല്ലാഹ് വല്ലാത്ത ചിരിയാണ് ചിരിക്കുന്നത്. കാരണം ഉസ്താദ് ഉദ്ദേശിക്കാത്ത അർത്ഥമാണ് ഈ മൗലവി പറയുന്നത്. കാരണം ഇയാൾക്ക് കിതാബ് തിരിയൂല. ഇയാൾ വായിക്കുന്ന ഏത് കിതാബും അങ്ങനെ തന്നെയാണ്. അതിന്റെ മുസന്നിഫീങ്ങൾ ഖബറിൽ കിടന്ന് ഇയാളുടെ വിവരക്കേട് ഓർത്തുകൊണ്ട് അവര് ചിരിക്കുന്നുണ്ടാവും. എന്ത് ചെയ്യാനാ? ജാഹിലിന് ജാഹിലാണെന്നുള്ള വിവരമല്ല, ഞാൻ പിന്നെന്താ ചെയ്യാ? ഈ കിതാബില് മഹാന്മാരായ ഔലിയാക്കൾ അമ്പിയാക്കളുടെ തദ്ബീർ എന്താണ് എന്ന് വിശദീകരിച്ചു പോയിട്ടുണ്ട്. അത് വിശദീകരിച്ച് ആ ഭാഗമൊന്നും ഈ മൗലവിക്ക് തിരിഞ്ഞിട്ടില്ല. ഇയാൾക്ക് സാധാരണ കണ്ടുപരിചയമുള്ള ചില പദങ്ങളുണ്ട്, അപ്പദങ്ങളുടെ ഉദ്ദേശം എന്താണെന്നും അയാൾക്കറിയില്ല. ഇവിടെ നോക്കൂ നിങ്ങള്, പേജ് നമ്പർ 70 മഅനാ തദ്ബീരിൽ അംബിയാ വൽ ഔലിയാ വ തസറുഫാതിഹിം ഫീ തുലാഖിന. അമ്പിയാക്കൾ ഔലിയാക്കൾ തദ്ബീർ ചെയ്യും മുദബ്ബിരീങ്ങളാണ് എന്ന് പറഞ്ഞതിന്റെ ഉദ്ദേശം എന്താണ് എന്ന് വിശദീകരിക്കുന്ന ഭാഗം എന്ന ഹെഡിങ്ങിന് താഴെ അത് വിശദീകരിക്കുന്നുണ്ട്. എന്താണ് മഹാന്മാരുടെ തദ്ബീർ എന്ന് പറഞ്ഞാൽ എന്താണ്? അത് വിശദീകരിക്കുന്നുണ്ട്. അള്ളാഹുവിന്റെ തദ്ബീർ എന്ന് പറഞ്ഞാൽ എന്താണ്? അത് വിശദീകരിക്കുന്നുണ്ട്. അത് നമ്മുടെ എല്ലാ അഖീദയുടെ കിതാബുകളിലും പറഞ്ഞിട്ടുണ്ട്. ഇവിടെ തന്നെ പറയുന്നു, യുതറഖു തദ്ബീറു വത്തസറുഫു ബിമഅനൻ വാഹിദിൻ. ഒറ്റ മാനയാണ് തദ്ബീർ, മഹാന്മാരുടെ തദ്ബീർ, അവരുടെ തസറുഫ് എന്ന് പറഞ്ഞാൽ ഒക്കെ ഒരേ അർത്ഥമാണ്. അപ്പൊ അവര് മുദബ്ബിരീങ്ങളാണെന്ന് പറഞ്ഞാൽ അവര് മുത്തസറിഫീങ്ങളാണ് എന്നാണ് അതിന്റെ അർത്ഥം. അപ്പൊ മൗലവി പറയാണ്, എന്താ ഇപ്പൊ മുദബ്ബിറും തദ്ബീറും തസ്രീഫും ഒരേ അർത്ഥത്തിലായപ്പോ എന്താ കുഴപ്പം? അപ്പൊ അയാൾക്കിത് മനസ്സിലായിട്ടില്ല. പ്രിയപ്പെട്ട സഹോദരങ്ങൾ മനസ്സിലാക്കണം, ശറഉൽ അഖായിദെങ്കിലും ഒന്ന് ശരിക്കും അതാമായിരുന്നില്ലേ? വ്യക്തമായിട്ട് മുത്തല്ലിമീങ്ങൾ പഠിച്ചതല്ലേ? എന്താണ് നാം ഒരു കാര്യം ഇവിടെ ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? നമ്മൾ കസ്ബ് ഇഖ്തിയാർ ചെയ്യുമ്പോൾ അല്ലാഹു തആല അത് ഖൽഖ് ചെയ്തു തരികയാണ്. അപ്പൊ കസ്ബ് ഇഖ്തിയാർ എന്ന അർത്ഥത്തിലാണ് നമ്മൾ ഇവിടെ ഒരു കാര്യം ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ. ഞാൻ എന്റെ കൈ ഉയർത്തി എന്ന് പറഞ്ഞാൽ അതിന്റെ മാന എന്താണ്? കൈ ഉയർത്താൻ ഞാൻ കസ്ബ് ഇഖ്തിയാർ ചെയ്തപ്പോൾ കൈ ഉയർത്തുക എന്ന പ്രവർത്തനത്തെ അള്ളാഹു എനിക്ക് പടച്ചു തന്നു എന്നാണ് അതിന്റെ അർത്ഥം. അപ്പൊ ഞാൻ ചെയ്തു എന്ന് പറഞ്ഞാൽ ഞാൻ അതിന്റെ കാസിബായി എന്നാണ് അവിടുത്തെ അർത്ഥം. ഞാൻ അതിന് കസ്ബ് ചെയ്തപ്പോൾ അള്ളാഹു താല പടച്ചു തന്നു എന്നാണ് അതിന്റെ അർത്ഥം. എന്നാൽ അള്ളാഹു താല തദ്ബീർ ചെയ്യുമെന്ന് പറഞ്ഞാലോ അത് ഖൽഖ്, ഈജാദ്, ഇല്ലായ്മയിൽ നിന്ന് ഉണ്ടാക്കുക, അതിനെ ഖൽഖ് ചെയ്യുക എന്ന അർത്ഥത്തിലാണ്. ആ തദ്ബീർ അത് അള്ളാഹു താലക്ക് മാത്രമേ ഉള്ളൂ. ഇത് അടിസ്ഥാനപരമായ ഒരു വ്യത്യാസമാണ്. പക്ഷെ ഇത് മൗലവിക്ക് മനസ്സിലായിട്ടില്ല. അത് ഞാൻ എന്റെ കഴിഞ്ഞ പ്രസംഗത്തിൽ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അതും ഈ മൗലവിക്ക് തിരിഞ്ഞില്ലെങ്കിൽ പിന്നെന്ത് ചെയ്യാനാ? വളരെ വ്യക്തമായിട്ട് ഇവിടെ പറയുന്നുണ്ട്. ബഹുമാനപ്പെട്ട മജീദ് ഉസ്താദ് എന്താണ്? വമഅനാ തദ്ബീരിഹിം
കമാ സയഅതി മുഫസ്സല, അത് വിശദമായിട്ട് പിന്നെ പറയുന്നുണ്ട് എന്ന് പറഞ്ഞ് അതിൻ്റെതായ ഭാഗത്ത് അത് വ്യക്തമായി പറയുന്നുണ്ട്. അതിന്റെ പുറമെ ഇവിടെയും പറയുന്നു അന്നലഹും ഹുദൂദൻ വമദ്ഖലൻ തഹത ഇറാദതിഹിം വലഹും തഅല്ലുഖാത്തുൻ ഖാസ്സ ബിഹിം കമാ യഖൂലുൽ വസീറു ലിമൻ തഹതഹു ലാ ബിമഅനാ നഖലിൽ ഹുക്മി ലിൽ ബാരി തആല. അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സംബന്ധിച്ച് പറയുന്ന ആ അർത്ഥത്തിലല്ല മഹാന്മാരുടെ തദ്ബീറുണ്ട് എന്ന് പറയുന്നത്. ബല്ലഹും ഇക്റാമുൻ അലാ നുഫൂദി അമലിഹിം കമാ യഫ്അലുനാ ഫീ ദാരിദ് ദുനിയ അലാ ളൗഇ ഖൗലിഹി തആല ഖാല അല്ലദീ ഇൻദഹു ഇൽമുൻ മിനൽ കിതാബി അനാ ആതീക ബിഹി ഖബല അൻ യർതദ ഇലൈക തർഫുക. ഖുർആനിക ആയത്ത് ഉദ്ധരിച്ചുകൊണ്ട് സമർത്ഥിക്കുകയാണ്. അപ്പോൾ നമ്മൾ സാധാരണഗതിയിൽ ഒരു പ്രവർത്തനം ചെയ്യുമ്പോൾ അതിന്റെ മാനം എന്താണ്? നമ്മൾ ഇഖ്തിയാർ ചെയ്യുമ്പോൾ അല്ലാഹു തആല ഖൽഖ് ചെയ്തു തരുന്നു എന്ന അർത്ഥത്തിലല്ലേ? അതുപോലെ തന്നെയാണ് മഹാന്മാര് തദ്ബീർ ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ അവര് കസ്ബ് ഇഖ്തിയാർ ചെയ്യുമ്പോൾ അല്ലാഹു തആല ഖൽഖ് ചെയ്തു കൊടുക്കുന്നു എന്ന അർത്ഥത്തിലാണ്. ഇത് വളരെ വിശദമായിട്ട് അദ്ദേഹം പറഞ്ഞു, മജീദ് സാഹിബ് പറഞ്ഞു. അത് സാധാരണ നമ്മുടെ എല്ലാ കിതാബിലും പറഞ്ഞതാണ്. ശറഹുൽ അഖായിദിൽ നമ്മൾ എത്രയോ തവണ വിശദീകരിച്ചതാണ്. വല്ലിസ്തിത്വാഅതു മഅൽ ഫിഅലി, മനുഷ്യൻ ഇച്ഛിക്കുമ്പോൾ അപ്പോൾ അല്ലാഹു തആല പടച്ചു കൊടുക്കുന്നതാണ് മനുഷ്യന്റെ പ്രവർത്തനങ്ങൾ എന്ന് നമ്മൾ പറഞ്ഞു. എന്നിട്ട് ശറഹുൽ അഖായിദിൽ തന്നെ വിശദീകരിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലേക്ക് ഒരു കാര്യം ചേർത്തി പറയുമ്പോൾ ഏറ്റവും വലിയ മുദബ്ബിർ സൃഷ്ടികളുടെ കൂട്ടത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളില്ലേ? അവിടുത്തെ തദ്ബീറിൽ ഏറ്റവും വലിയ തദ്ബീർ എന്താണ്? ഹിദായത്ത് നൽകുന്നു എന്നുള്ള തദ്ബീർ അല്ലേ? ആ തദ്ബീറിനെ സംബന്ധിച്ച് ശറഹുൽ അഖായിദിൽ പറയാണ് വഖത്തുലാഫുൽ ഹിദായത്തു ഇലൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ചിലപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലേക്ക് ഹിദായത്തിനെ ചേർത്തി പറയും. വഇന്നക ലതഹദി ഇലാ സിറാത്തിൻ മുസ്തഖീം, പരിശുദ്ധ ഖുർആനിൽ പറയുന്നു. അപ്പൊ അതിന്റെ അർത്ഥം എന്താണ്? അത് മജാസൻ, അത് ഹഖീഖത്തല്ല, അത് മജാസാണ്. അത് മജാസാണ്. ഏതർത്ഥം? ബിത്വരീഖിത് തസബ്ബുബി, അവിടുന്ന് ഹിദായത്തിന് കാരണമായി വർത്തിക്കുന്നു, നിമിത്തമാകുന്നു എന്ന അർത്ഥത്തിലാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സംബന്ധിച്ച് ശറഹുൽ അഖായിദിലുള്ളതാണ്. ഈ കിതാബൊന്നും നോക്കാതെ ഉസ്താദുമാരിൽ നിന്നും കുരുത്തക്കേട് വാങ്ങി തെറിച്ചുപോയാൽ പിന്നെ മൗലവിക്ക് എന്ത് മനസ്സിലാകാനാ? അപ്പോ ആ നിലക്ക് സൃഷ്ടികളുടെ തദ്ബീർ എന്ന് പറഞ്ഞാൽ അവർ കസ്ബ് ഇഖ്തിയാർ എന്ന അർത്ഥത്തിലാണ്. ആ കസ്ബ് ഇഖ്തിയാർ ചെയ്യാനുള്ള ശേഷി അത് അവർക്ക് സ്വന്തമുള്ളതാണോ? അല്ല, അത് അത്വാഇയാണ്. അപ്പൊ മഹാന്മാരുടെ തദ്ബീർ അത്വാഇയാണ് എന്ന് പറഞ്ഞതിന്റെ അർത്ഥം ഇതാണ്. അതാണ് നെല്ലിക്കുത്ത് ഉസ്താദ് പറഞ്ഞത്, അതാണ് എല്ലാവരും പറഞ്ഞത്. പക്ഷേ ഇയാള് മനസ്സിലാക്കി എന്തെന്നറിയോ? ഇയാള് മനസ്സിലാക്കി മുദബ്ബിറുൽ ആലം എന്നത് അല്ലാഹു തആല മാത്രമാണ്, അത് അല്ലാഹുവിന്റെ ഖാസായ സിഫത്താണ് എന്ന് ഇമാം സഅദുദ്ദീൻ തഫ്താസാനി തങ്ങൾ ശറഹുൽ മഖാസിദിൽ പറഞ്ഞു, മറ്റു ഇമാമുകളൊക്കെ പറഞ്ഞു. അപ്പൊ ഇയാള് പറയുന്നത് എന്താ? അത് അല്ലാഹുവിന്റെ ദാത്തിയാണ്. മഹാന്മാരുടേതോ? മഹാന്മാരുടേത് അത്വാഇയാണെന്നുള്ള വ്യത്യാസമേ ഉള്ളൂ. അത്വാഇ എന്ന് പറഞ്ഞാൽ ഏത്? അള്ളാഹുവിൻ്റെത് അങ്ങനെ തന്നെ മഹാന്മാർക്കാണ് കൊടുത്തു. വ്യത്യാസം എന്തേ ഉള്ളൂ? അള്ളാഹുവിന്റെ അസുലിയാണ്, മറ്റേത് അത്വാഇയാണ്. എന്താണ് മൗലവി? ഇസ്ലാമിക വിശ്വാസത്തിന്റെ അടിസ്ഥാനം പോലും മനസ്സിലാക്കിയിട്ടില്ലേ താങ്കൾ? താങ്കൾക്ക് അല്പം പോലും ഭയമില്ലേ അള്ളാഹുവില്? ഈമാൻ പേച്ചു പോകുന്നതിൽ ഭയമില്ലേ? വേറുള്ളതൊക്കെ പോട്ടെ, താങ്കൾക്ക് നമ്മുടെ ഉലമാക്കളോട് വ്യക്തിപരമായ വിരോധവും വിദ്വേഷമൊക്കെ ഉണ്ടെങ്കിൽ അവിടെ ഞങ്ങൾക്ക് പറയാനുള്ളത് മൂത്തൂബി ഓയിലിക്, താങ്കൾ താങ്കളുടെ ദേഷ്യവുമായിട്ട് മരിച്ചോളൂ, അതിലൊന്നും ഇവിടെ കുഴപ്പമില്ല. പക്ഷേ താങ്കൾക്ക് ആഖിറത്തിൽ കുറച്ചെങ്കിലും ഭയം വേണ്ടേ? ഇത് അടിസ്ഥാനപരമായ വിശ്വാസമല്ലേ? അല്ലാഹു സുബ്ഹാനഹു വ തആല ഖൽഖ് ഈജാദ് എന്ന അർത്ഥത്തിലുള്ള തദ്ബീർ ഒരാൾക്ക് കൊടുക്കുക എന്നുള്ളത് മുഹാലായ സംഗതിയല്ലേ മൗലവി? പിന്നെ മഹാന്മാരുടേത് കസ്ബ് ഇഖ്തിയാർ എന്ന അർത്ഥത്തിലുള്ള തദ്ബീറാണ്. അത്തദ്ബീർ തന്നെ അത്വാഇയാണ് എന്നാണ് അവിടെ പറഞ്ഞത്. ഇവിടെ ഈ പറഞ്ഞ വിശദീകരണങ്ങളൊന്നും ഇയാൾക്ക് മനസ്സിലായിട്ടില്ല. അത് നമ്മൾ കഴിഞ്ഞ എന്റെ സംസാരത്തിൽ പറഞ്ഞിട്ടുണ്ട്. എന്റെ ഗണനത്തിൽ പലപ്പോഴും ഞാനത് വിശദീകരിച്ചു പോയിട്ടുണ്ട്. പക്ഷേ അത് ഇദ്ദേഹത്തിന് മനസ്സിലായിട്ടില്ല. അക്കൂടാരത്തില് തിരിയുന്ന ഒറ്റൊന്നുമില്ല എന്ന് മനസ്സിലാകുന്നത്. പക്ഷെ തിരിയുന്നവരുണ്ട് ട്ടോ. അതിൽ പെട്ടുപോയവർ നമ്മുടെ വിശദീകരണം കേട്ട് അൽഹംദുലില്ലാഹ് സന്തോഷം അറിയിച്ചവർ എത്ര പേരുണ്ട്. അല്ലാഹു തആല അവർക്കൊക്കെ ഹിദായത്തിനെ നിലനിർത്തി കൊടുക്കട്ടെ. ഈ വിശദീകരണം മനസ്സിലാക്കാതെ, ഇസ്ലാമിക വിശ്വാസത്തിന്റെ അഖീദയുടെ അസുലി മനസ്സിലാക്കാതെയാണ് ഇയാൾ സംസാരിക്കുന്നത്. എന്നിട്ട് ഇയാൾ പറയുന്നത് എന്ത് കേൾക്കും? അദ്ദേഹം നമ്മുടെ ഈ വിശദീകരണങ്ങളൊന്നും അദ്ദേഹത്തിന് തിരിഞ്ഞില്ല. എന്നിട്ട് അദ്ദേഹം പറയാണ്, ഈ സംഗതി മനസ്സിലായാലാണല്ലോ ഈ കിതാബ് തിരിയ. കിതാബ് തിരിയ എന്ന് പറഞ്ഞാൽ
ഇതിന്റെ ലഫ്ദാർത്ഥം ഡിക്ഷണറി നോക്കി കിട്ടിയതുകൊണ്ട് മാത്രം ഇതൊന്നും തിരിയൂല. വിഷയം മനസ്സിലാകണം, ഇസ്ലാമിക വിശ്വാസം മനസ്സിലാകണം. അത് മനസ്സിലാകാതെ മറിച്ചു നോക്കിയപ്പോ ഇയാൾ കുറെ പൊട്ടത്തെറ്റി ഇദ്ദേഹം മനസ്സിലാക്കി വെച്ചു. അതിൽപ്പെട്ട ഒന്ന് അയാൾ പറയട്ടെ. ഇത് പറയാന്ത് ലാ ഫർഖ ഇൻദഹും ബൈനല്ലാഹി തആല വ ബൈനൽ ഖുതുബി ഇല്ലാ ബിൽ ഇഅ്തിബാർ. അൽ ഖുതുബും അള്ളയും ഇവർ രണ്ടുപേരും തദ്ബീർ ചെയ്യുന്നു എന്ന് പറയുമ്പോൾ ഇവർക്കിടയിൽ അഥവാ സൂഫിയാക്കളുടെ സമീപത്ത് ഇത് രണ്ടിന്റെ ഇടയിലും എഴുത്തിബാരിയായ ഫർഖേ ഉള്ളൂ. എന്തുകൊണ്ട്? ലിഅന്നഹു അല്ലദീ ഫാസ ബിഖുർബിൻ നവാഫിൽ വൽ ഫറായിദ് അലാ അതമ്മി വജ്ഹിൻ ഫർതഫഅത്തിൽ ഗൈരിയ. അപ്പോൾ ഇയാൾ പറയാ, കണ്ടോ ചിലത് കട്ടു, അയാൾ ഫുള്ള് വായിച്ചില്ല. ഞാൻ അതും കൂടി വായിച്ചാ പിന്നെ നിങ്ങൾക്ക് നിൽക്കാൻ കഴിയും. ഇപ്പൊ താങ്കൾ വായിച്ചപ്പോ തന്നെ ഗൈരിയത്ത് ഇർതിഫായി എന്നൊക്കെയല്ലേ പറയുന്നത്. അന്ന് മലയാളത്തിൽ പറഞ്ഞു കൊടുക്ക്. ഗൈരിയത്ത് എന്നാൽ എന്താ? ഇർതിഫായി എന്നാൽ എന്താ? അൽ ഖുതുബും അള്ളയും, അള്ളാഹ്ക്കും തദ്ബീറുണ്ട്, അൽ ഖുതുബിനുണ്ട്. അള്ളാഹ് അൽ ഖുതുബ്, ഈ അൽ ഖുതുബ് എന്ന് പറയുന്ന മഹാൻ ഏറ്റവും പൂർണ്ണമായ രൂപത്തിൽ നവാഫിലും ഫറായിലൊക്കെ ചെയ്ത് മുന്നേറിയപ്പോ ഫർതഫഅത്തിൽ ഗൈരിയ കുൻതു സമഉഹു അല്ലദീ യസ്മഉ ബിഹി, ഞാൻ അവരുടെ ആ കേൾവിയാകും കാഴ്ചയാകും എന്ന് പറഞ്ഞ അവസ്ഥയിലെത്തിയപ്പോ ഗൈരിയത്ത് നീങ്ങി. എന്താ ഗൈരിയത്ത്? ഗൈർ അല്ല. ഗൈർ പറഞ്ഞാൽ അള്ളാഹ് കുത്തുബ് രണ്ടുമല്ലോ. അപ്പൊ അള്ളാഹ് എന്നത് കുത്തുബിന്റെ ഗൈർ അല്ല, കുത്തുബ് എന്ന് അള്ളാന്റെ ഗൈറുമല്ല, ഗൈരിയത്ത് അതല്ലാത്തതാവുക എന്നത് നീങ്ങി. ഇത് കുറ്റ്യാടിക്കാരൻ കേട്ടാൽ എന്താവും? അയാളിപ്പോ ഇങ്ങനെ വാസിലായി ഉസൂലായി നടക്കല്ലേ? സൂഫിയാക്കൾക്ക് അതിൻ്റെതായ അർത്ഥമുണ്ട്. ആദ്യം വല്ല ഒന്നായി എന്നൊന്നും ഒരു പറയില്ല, ഒരിക്കലും പറയൂല. സൂഫിയാക്കൾ മഹാന്മാരാണ്, അവരത് പറയൂല. പക്ഷേ താങ്കൾ അത് പറയുന്നു എന്നുള്ളതാണ്. അതാണ് താങ്കളുടെ ജഹാലത്ത്. എന്നിട്ട് അദ്ദേഹം ചോദിക്കാണ്, ഗൈരിയത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇത് പഠിക്കാതെ എന്തിനാ ഈ പണിക്ക് നിന്നത് മൗലവി? എന്തിനാ ഈ പണിക്ക് നിന്നത്? താങ്കൾക്ക് ഇതിന് കഴിയൂല എന്നറിയാലോ, പിന്നെന്തിനാ ഈ പണിക്ക് നിന്നത്? എന്നിട്ട് എന്താ പറഞ്ഞത്? ഖുതുബിന്റെ ഗൈർ അല്ലാഹു ഖുതുബിന്റെ ഗൈർ അല്ല, ഖുതുബ് അല്ലാഹുവിന്റെ ഗൈർ അല്ല. പിന്നെന്താ ഐനോ? ഗൈർ അല്ലെങ്കിൽ പിന്നെ ഐനല്ലേ മൗലവി? അല്ലേ? ഗൈറും അല്ല ഐനും അല്ലേ? പിന്നെന്താണത്? അത് ഇർതിഫാഉൻ നഖലൈനിയല്ലേ? ലോ ഓഫ് എക്സ്ക്ലൂഡഡ് മിഡിൽ എന്ന് പറയും. അത് വൈരുദ്ധ്യല്ലേ? ഒരു സംഗതിയുടെ ഗൈറും അല്ല ഐനും അല്ല, പിന്നെന്താണത്? അപ്പൊ താങ്കൾക്ക് ഈ വിഷയത്തിൽ ഒന്നും മനസ്സിലായിട്ടില്ല. എന്താണ് ഇവിടെ പറഞ്ഞത് എന്നും മനസ്സിലായിട്ടില്ല. എന്താ ഗൈരിയത്ത് ഇർതിഫാ ആയി പോയാൽ എന്താണ് പറഞ്ഞതിന്റെ മാന? ഇതൊന്നും താങ്കൾ പഠിച്ചിട്ടില്ല. വറുബ്ബമാ യുഖാലു, അതിനു മുമ്പ് പറയാണ് നിസ്ബത്തു തദ്ബീരിൽ അംബിയാഇ വൽ ഔലിയാഇ വ ഇത്ലാഖുഹു ലൈസ മിന ശിർകി വൽ കുഫ്രി ബൽ ഹുവ ഐനു തൗഹീദ്. മഹാന്മാരെ തദ്ബീർ ചെയ്യുമെന്ന് പറഞ്ഞത് ശിർക്കല്ല, അത് തൗഹീദാണ്. അത് ഏതർത്ഥത്തിലുള്ള തദ്ബീർ നമ്മൾ വിശദീകരിച്ചു. മൗലവിക്ക് അത് മനസ്സിലായില്ല. മൗലവി പറയുന്നതനുസരിച്ച് അത് ശിർക്കാണ്, ഒരു സംശയവുമില്ല. അതേ സമയത്ത് നമ്മൾ വിശദീകരിച്ചു അതിന്റെ അർത്ഥം. എന്നിട്ട് പറയാണ് റുബ്ബമാ യുഖാലു ഇന്നഹു ലാ ഫർഖ ഇൻദഹും ബൈനല്ലാഹി തആല വബൈനൽ ഖുതുബി. ഖുതുബിന്റെയും അല്ലാഹുവിന്റെയും ഇടയിൽ ഒരു ഫർഖില്ല, ഇല്ലാ ബിൽ ഇഅ്തിബാർ, ഇഅ്തിബാരിയ ഒരു ഇഅ്തിബാർ കൊണ്ടല്ലാതെ. ലിഅന്നഹു അല്ലദീ ഫാസ ബിഖുർബിൻ നവാഫിൽ വൽ ഫറായിൽ, ഫർളും സുന്നത്തുമായ കാര്യങ്ങൾ ചെയ്ത് അലാ അതമ്മി വജ്ഹിൻ, ഏറ്റവും ഉയരത്തിലേക്ക് എത്തുമ്പോ ഫർതഫഅത്തിൽ ഗൈരിയത്തു, അവിടെ ഗൈരിയത്ത് എന്ന് പറയുന്ന ഒരു അവസ്ഥ ഇല്ലാതെയായി പോകും. ഗൈരിയത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? അല്ലാഹു തആലയും അല്ലാഹു അല്ലാത്ത സൃഷ്ടിയും ഇങ്ങനെ രണ്ട് എന്നൊരവസ്ഥ ഉയർന്നു പോകും. എന്താണ് പറഞ്ഞതിന്റെ അർത്ഥം? അത് ഇയാൾക്ക് മനസ്സിലായില്ല. ഇയാൾ പറയാണ് ഖുതുബിന്റെ ഗൈർ അല്ല അല്ലാഹു, അല്ലാഹുവിന്റെ ഗൈർ അല്ല ഖുതുബ്. അപ്പൊ എന്താണ് ഐനോ? എന്താണ് മൗലവി ഈ നിലക്ക് പാച്ചയിൽ കുഫർ പറയുന്നത്? അത് ഔലിയാക്കളെ സംബന്ധിച്ച് പഠിക്കാത്തത് കൊണ്ടാണ്. മഹാന്മാരായ ഔലിയാക്കൾ ഈ പറയുന്ന മർത്തബയിലെത്തിയാൽ അവർ യഥാർത്ഥത്തിൽ അല്ലാഹു മാത്രമാണ് ഉള്ളവൻ എന്ന് പറയും. മറ്റുള്ളതോ അതൊന്നും ഉള്ളതിൽ പറയാനില്ല. ഉള്ളത് ആര് മാത്രമേ ഉള്ളൂ? അല്ലാഹ് മാത്രമേ ഉള്ളൂ. അത് ഗൈരിയത്ത് നീങ്ങി എന്ന് പറഞ്ഞാൽ അല്ലാഹ് അല്ലാത്ത ഗൈർ ഇല്ല, അത് ഒരു ഉള്ളതിൽ പറയാനില്ല എന്നാണ് അവർ പറയുന്നത്. അതുകൊണ്ടാണ് മഹാന്മാർ പറയുന്നത് ലാ മൗജൂദ ഇല്ലല്ലാഹ്, ലാ മൗജൂദ ഇല്ലല്ലാഹ്. ഈ ദറജയിലേക്ക് എത്തിയ മഹാന്മാർ ചൊല്ലുന്ന ദിക്റാണ് ലാ മൗജൂദ ഇല്ലല്ലാഹ്, അല്ലാഹു അല്ലാത്ത ഒറ്റ മൗജൂദില്ല. അപ്പൊ ഈ കാണുന്നു നമ്മളോ, ഈ ആലമോ, ഇതൊന്നും ഉള്ളതിൽ പറയാനില്ല. അല്ലാഹു മാത്രമല്ലേ എന്നും ഉള്ളവൻ, അവൻ തന്നെയല്ലേ എന്നും ബാക്കിയുള്ളവൻ.
അവന്റെ ഉണ്മക്ക് തുടക്കമില്ല, അവന്റെ ഉണ്മക്ക് ഒടുക്കവുമില്ല. നമ്മുടേത് നമ്മൾ കുറെ കാലം മുമ്പ് ഇവിടെ ഇല്ലായിരുന്നു. ഇനി കുറച്ചു കാലം കഴിഞ്ഞാൽ നമ്മൾ വീണ്ടും ഇല്ലാണ്ടായി പോകും. അപ്പൊ പിന്നെ നമ്മുടേത് ഉള്ളതിൽ പറയാനുണ്ടോ? ഇല്ല. ആ അർത്ഥത്തിലാണ് അള്ളാഹുവിലേക്ക് പൂർണ്ണമായും ലയിക്കുമ്പോ മറ്റുള്ളതൊന്നും ഒരു ഉള്ളതിൽ പറയാനില്ല. അപ്പൊ അള്ളാഹുവിന്റെ ഗൈറ് എന്ന ഒരു അവസ്ഥകൾ ഇല്ല എന്ന ഒരു രൂപത്തിലേക്ക് അവർ പറയുന്നത്. അതുകൊണ്ടാണ് ആ ദറജ എത്തിച്ച മഹാന്മാരാണ് അനൽ ഹഖ് എന്ന് പറഞ്ഞവര്. അതിന്റെ അർത്ഥം എന്താണ്? അനൽ ഹഖ് എന്ന് പറഞ്ഞാൽ അവരുടെ മനസ്സിൽ മുഴുവനായിട്ടും ഈ പ്രപഞ്ചത്തെക്കുറിച്ച് ഒരു മൗജൂദ് എന്നവര് വിശ്വസിക്കുന്നില്ല. അത് യഥാർത്ഥത്തിൽ ഉള്ളതിൽ പറയാനുള്ള അള്ളയാണ്. അപ്പൊ ഈ അന എന്ന് പറയുന്നത് ഉള്ള അള്ളാഹുവിനെ കുറിച്ചാണ് അവർ പറയുന്നത്. അതുകൊണ്ട് തന്നെ ആ ഒരു പദവിയെ കുറിച്ചാണ് ഈ പറഞ്ഞത്. അല്ലാതെ കുത്തുബ് അള്ളാഹുവിന്റെ വയറല്ല, അള്ളാഹ് കുത്തുബിന്റെയും വയറല്ല എന്ന് പറഞ്ഞാൽ അത് വൈരുദ്ധ്യല്ല മൗലവി. അത് വയറല്ലെങ്കിൽ പിന്നെ അയിനായി മാറണ്ടേ? ആരോടായി പറയുന്നത്? അതിന് കിതാബ് തിരിയണ്ടേ? അപ്പൊ ഇങ്ങനെ ഈ വിഷയത്തെക്കുറിച്ച് ഒരു ധാരണയുമില്ലാതെയാണ് ഇയാൾ ഈ കിതാബ് എടുത്ത് മറിച്ച് പറയുന്നത്. അത് തന്നെ നേരത്തെ പറഞ്ഞതിന്റെ ആവർത്തനം ഇങ്ങനെ ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. ഇനി ഖുതുബുൽ ആലം എന്ന പ്രയോഗത്തെക്കുറിച്ച് അതും ഈ കിതാബ് പറഞ്ഞത് ഈ മൗലവിക്കൊന്നും മനസ്സിലായില്ല. നമ്മുടെ ഉലമാ പറഞ്ഞതും ഇതുമായിട്ട് ഒരു വ്യത്യാസമില്ല. അത് ഇയാൾക്ക് സംഗതി മനസ്സിലായിട്ടില്ല. എന്താണ് ഈ പറഞ്ഞ വിഷയം എന്നും ഔലിയാക്കളുടെ ദറജ എന്താണെന്നും ഔലിയാക്കളുടെ ഇസ്തിലാഹാത്തുകൾ എന്താണെന്നും ഇയാൾക്ക് മനസ്സിലാകാത്തത് കൊണ്ടാണ്. അതുപോലെ കറാമത്തിന്റെ വിഷയം അങ്ങനെ തന്നെയാണ്. മഹാന്മാരായ ഔലിയാക്കൾക്ക് ഉണ്ടാകുന്ന കറാമത്ത് മുംകിനായ കാര്യമാണെങ്കിൽ അതിനെ നിഷേധിക്കാൻ പറ്റൂല. അതേ സമയത്ത് ബഹുമാനപ്പെട്ട ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമുമായി ബന്ധപ്പെട്ട സംഭവം, അവിടെ ഒരു പച്ചക്കള്ള മൗലവി പറഞ്ഞു. ആ കളവ് പിടികൂടിയപ്പോ ആ കളവിനെ കുറിച്ച് മൗലവി മിണ്ടുന്നില്ല. ബാക്കിൽ നടന്നു എന്നത് എവിടെ നിന്നാ കിട്ടിയതെന്ന് ഞാൻ ചോദിച്ചില്ലേ, അതിനെക്കുറിച്ചൊന്നും പറഞ്ഞില്ല. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ മൗലവി വിവരക്കേടും കുറെ ദുർവ്യാഖ്യാനങ്ങളും അതിലേറെ കളവുകളും കൂടി അതെല്ലാം കൂടി ചേർന്ന മജ്മൂഅനെ കുറിച്ചാണ് പുരുവട്ടൂരിയൻ വ്യാജന്മാരെന്ന് നമുക്ക് പറയാൻ പറ്റുക. അല്ലാഹു തആല ഇത്തരം കക്ഷികളുടെ ഷർറിൽ നിന്ന് ഈ സമൂഹത്തെ രക്ഷപ്പെടുത്തട്ടെ എന്ന് ദുആ ചെയ്ത് അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.